ഈ ഒന്ന് രണ്ട് പേരെന്ന് പറയുന്നത് ഇവർക്ക് എൻ്റെ പേര് കേൾക്കുന്നതിന് അലർജിയാണ്. പുള്ളി ശബരിമല ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇങ്ങനെ പെർമിഷൻ ചോദിച്ച സമയത്ത് ഈ പറഞ്ഞ ഓഫീസറുടെ നമ്പർ പുള്ളി സേവ് ചെയ്തു. പുള്ളിയുടെ നമ്പർ മറ്റേ ഓഫീസറിന് സേവ് ചെയ്ത സമയത്ത് ഞാനും പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നതാണ് ഫോണിൻ്റെ DP. അപ്പോഴും പുള്ളിക്കാരൻ ഉടനെ ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞാണ്, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ കാണുന്നത്. എനിക്ക് എന്താ പറയുക, ഞാൻ ആരെയും ശത്രുവല്ല. എന്നെ ശത്രുവായിട്ട് കാണുന്നവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഭൂമിയിൽ സത്യസന്ധമായിട്ട് ഭൂമിയിൽ ഒരിക്കലും ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ. കാരണം സത്യസന്ധത കാണിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അപരാധം കേൾക്കുന്നത്, ഏറ്റവും കൂടുതൽ അടി വാങ്ങുന്നത്, ഏറ്റവും കൂടുതൽ അതായത് ആളുകളെ വായിരിക്കുന്നത് കേൾക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരായി. ഈ പാമ്പ് പിടുത്തത്തിൻ്റെ ട്രെയിനിങ് ഒരു വീഡിയോ ആക്കി എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഒരുപാടുണ്ട് സാർ ഫയൽ. ഉണ്ടോ? പിന്നെ ഒരുപാട് ഫയലുണ്ട്. അത് ഞാൻ പൈപ്പ് കൊണ്ട് PVC പൈപ്പ് കൊണ്ട് പിടിക്കുന്നതാണ് ട്രെയിനിങ്ങിന് ആദ്യമായിട്ട് വനംവകുപ്പിൽ കൊണ്ട് കൊടുക്കുന്നത്. PVC പൈപ്പ് 4-5 ചുറ്റളവുള്ള പൈപ്പിൽ 1.25 മീറ്റർ നീളമുള്ള പൈപ്പിൽ ബാക്കിൽ ഒരു അടപ്പിട്ട് അതിനെ സീൽ ചെയ്ത് അഡാപ്റ്റ് വെച്ച് ഒട്ടിച്ച് അത് തുറക്കാത്ത രീതിയിൽ ഒട്ടിച്ചിട്ട് അവിടെ ഹോൾഡും. അപ്പം നമ്മളൊരു പാമ്പിനെ ഇപ്പോൾ നമ്മളൊരു പറമ്പിൽ, ഇപ്പോൾ നമ്മുടെ സാറിൻ്റെ പറമ്പിൽ സാറിന് ഒരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, സാറ് നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കും. അവിടെ പാമ്പിനെയോ ചേരയോ കാണുന്നുണ്ടെങ്കിൽ സാറിന് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു 1.5 മീറ്റർ നീളത്തിലോ 2 മീറ്റർ നീളത്തിലോ പൈപ്പ് വാങ്ങിക്കുക, ഒരു സൈഡ് അടയ്ക്കുക, എന്നിട്ട് മറു സൈഡ് എവിടെയെങ്കിലും തുറന്ന് വെച്ചിട്ട് മണ്ണിട്ട് പൊത്തി വയ്ക്കുക. അപ്പോൾ ഇവൻ പറമ്പിൽ കൂടെ സഞ്ചരിച്ച് വരുമ്പോൾ എന്തെങ്കിലും അനക്കം കിട്ടുമ്പോൾ ഇതിനകത്തൊന്നും കയറും. ഇതിനകത്തൊന്ന് കയറുമ്പോൾ നമുക്ക് വേറെ അടപ്പ് വാങ്ങിച്ച് വെച്ചിരിക്കണം. ആ അടപ്പ് വെച്ച് ഇത് അടച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും തുറന്നു വിടാൻ പറ്റും. അപ്പം ഞാനത് ആ മെത്തേഡാണ് ട്രെയിനിങ് കൊടുത്തിരുന്നത്. പിന്നെ അത് വനംവകുപ്പുകാരെല്ലാം ചെയ്തു. അന്ന് ആ കാലത്ത് എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും പീച്ചിയിൽ ചെയ്തു, റാന്നി, കോന്നി, പത്തനംതിട്ട എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ട്രിവാൻഡ്രം ചെയ്തു. ഒരാളിന് പോലും ഇന്നുവരെ കടിയിട്ടിട്ടില്ല. ഞാൻ ട്രെയിനിങ് കൊടുത്ത് ഒരാളിന് പോലും ഇന്നുവരെ കടിയിട്ടില്ല. ഇപ്പോൾ ഇവരിപ്പോൾ ഈ 5 വർഷം കൊണ്ട് കടിയിട്ട് 30-ലേറെ പേർക്കാണ് കടിയിട്ടത്. അതിൽ സാറിനോട് പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. സാർ ചോദിച്ചില്ല, അത് എന്നാലും ഞാൻ പറയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്തൊരു മരണം നടന്നു, പാമ്പടി ഒരു മരണം വെച്ചൊരു പാമ്പിനെ പിടിക്കുന്ന ആൾ പൊന്മുടിയിൽ വെച്ച് പാമ്പടിയിട്ട് മരണപ്പെട്ടു. പൊന്മുടി കാട്ടിനകത്ത് വെച്ച് എങ്ങനെ കടി കിട്ടി? ട്രിവാൻഡ്രത്ത് കിള്ളിപ്പാലത്തുള്ള ആളാണ്, ഷിബു എന്നാണ് ചെറുപ്പക്കാരൻ്റെ പേര്. കടി കിട്ടിയിട്ട് കൂടെ ആരൊക്കെ പോയി, ഇത് എന്തിനാ പോയത്, ആരൊക്കെ പോയിരുന്നു, ഹോസ്പിറ്റലിൽ ഞാനുണ്ടായിരുന്നു. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആൽക്കഹോളെന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴിച്ചിരുന്ന ഒരാളിനെ സർക്കാർ വണ്ടിയിൽ എന്തിനു കൊണ്ടുപോയി, ആരൊക്കെയാണ് കൂടെ പോയത്, എങ്ങനെയാണ് മരിക്കുക? അവിടെ ഇത്രയും വയ്യാതെ നിന്ന ചെറുപ്പക്കാരനെ കൊണ്ട് പാമ്പിനെ തുറന്നു വിട്ടിട്ട് അദ്ദേഹം കയ്യിലെടുത്ത് വെച്ച് കളിച്ചുകൊണ്ട് നിന്നപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു 2. അതിൽ ഫോറസ്റ്റ് ഓഫീസറുണ്ട്, ഫോറസ്റ്റ് ഓഫീസർ 1-2 പേരുണ്ട്. അതിൽ അല്ലാത്ത പാമ്പിനെ പിടിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണമെന്ന് ഞാൻ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം, അമ്മയ്ക്ക് മോനില്ലാതാക്കി. എന്തിനാണ് ഇങ്ങനെ ഇത്രയും കണ്ടീഷൻ ആളിനെ വിളിച്ചുകൊണ്ട് പോയത്, എന്ത് കാരണമാണ്, ആരാണ് വിളിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ ഒന്നും ഇതുവരെ ഒരു അറിവില്ല. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ഈ കൊലയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതും ഞാൻ മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചത്. ആരും പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ ആരെയും കൂട്ടാറില്ല, ഒരാളിനെ അതിൽ ബലിയാടാക്കാറ്. പിന്നെ അതിനകത്ത് വേറെ പ്രത്യേകത ഉള്ളത്, ഇപ്പോൾ വനം വകുപ്പിനകത്ത് തന്നെ 1-2 ഓഫീസർമാർ, ബാക്കി എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്, എനിക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ 1-2 പേരെന്ന് പറയുന്നത് ഇവർക്ക് എൻ്റെ പേര് കേൾക്കുന്നതിന് അലർജിയാണ്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ ശബരിമലയിൽ പാമ്പിനെ പിടിക്കാൻ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി, പാലക്കാട് നിന്നാണ് കൊണ്ടുപോയത്. ബൈജു കോട്ടപ്പാട് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എൻ്റെ നല്ല സുഹൃത്തിനെ എന്നും വിളിക്കും. അത്യാവശ്യം പൈസയൊക്കെ എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് എന്നെ വിളിച്ച് ചോദിക്കാണ്ട് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. കാരണം അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പോൾ പുള്ളി ശബരിമല ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇങ്ങനെ പെർമിഷൻ ചോദിച്ച സമയത്ത് ഈ പറഞ്ഞ ഓഫീസറുടെ നമ്പർ പുള്ളി സേവ് ചെയ്തു. പുള്ളിയുടെ നമ്പർ മറ്റേ ഓഫീസറിന് സേവ് ചെയ്ത സമയത്ത് ഞാനും പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നതാണ് ഫോണിൻ്റെ DP. അപ്പോഴും പുള്ളിക്കാരൻ ഉടനെ ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞാണ്, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു. ഞാനും പുള്ളിയും കൂടെ ഫോണിൽ നിൽക്കുന്നത്. അപ്പോഴും പുള്ളി അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പുള്ളി കൊണ്ട് അത് അപ്പോഴും എന്നെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത്. എന്തിനാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എനിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ട്, എനിക്ക് എന്താ പറയുക, ഞാൻ ആരെയും ശത്രുവല്ല. എന്നെ ശത്രുവായിട്ട് കാണുന്നവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അവർക്ക് ഒരിക്കലും ശത്രുവല്ല. ഞാൻ അവരെ ശത്രുവായിട്ട് കാണുന്നില്ല. അവരെന്നെ കാണുന്നത് എനിക്ക്. പിന്നെ പ്രതികരിക്കുന്ന സമയത്ത് ഞാൻ ഗാന്ധിജിയൊന്നുമല്ല. ഒരു കവാലത്തിൽ അടിക്കുമ്പോൾ 2 കവാലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഗാന്ധിജിയൊന്നുമല്ല. പരമാവധി ക്ഷമിക്കുന്നതിനിടയ്ക്ക് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രതികരിക്കാതിരിക്കാൻ കഴിയുകയും. പിന്നെ ഭൂമിയിൽ സത്യസന്ധമായിട്ട് ഭൂമിയിൽ ഒരിക്കലും ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ. കാരണം സത്യസന്ധത കാണിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അപരാധം കേൾക്കുന്നത്, ഏറ്റവും കൂടുതൽ അടി വാങ്ങുന്നത്, ഏറ്റവും കൂടുതൽ അതായത് ആളുകളെ വായിരിക്കുന്നത് കേൾക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരായി. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷമുള്ള പാമ്പ്. നല്ല കാര്യം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കുമ്പം എപ്പോഴും ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ ഒരിക്കലും വിഷപ്പാമ്പ് എന്ന് പറയരുതെന്ന് പറയാറ്. കാരണം പാമ്പുകൾക്ക് വിഷമില്ല എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നതാണ്. കാരണം അതും ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത്. പാമ്പുകൾക്ക് വിഷമില്ല, പാമ്പുകൾക്കുള്ളത് വനമാണ്. വനത്തിൻ്റെ മലയാളം ഒരിക്കലും വിഷമെന്നല്ല, അത് ഔഷധമെന്നാണ്.
എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. സാറ് ചോദിച്ചത് ഏറ്റവും കൂടുതൽ അപകടകാരിയായ പാമ്പ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണും. നമ്മുടെ നാട്ടിൽ കാണുന്നത് മൂർഖൻ, രണ്ടാമത് അണലി, ഏറ്റവും താഴെയാണ് ശംഖുവരയൻ. ഈ രണ്ട് പേര്, കാരണം ഒരു അണലി പ്രസവിക്കുമ്പോൾ 30-40 കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഒരു മൂർഖൻ മുട്ടയിടുമ്പോൾ 30-40 മുട്ടകളുണ്ടാകുന്നു. ഒരു ശംഖുവരയൻ മുട്ടയിടുമ്പോൾ 20 താഴെ മാത്രമേ മുട്ടകളുണ്ടാകുന്നുള്ളൂ. അതെല്ലാം വിരിയണമെന്ന് നിർബന്ധമില്ല. വിരിഞ്ഞാൽ തന്നെ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അല്ലെ എന്തെല്ലാം ഏതെങ്കിലും ജീവികൾ പറയിക്കൊണ്ട് പോകാൻ സാധ്യത. രാത്രി സഞ്ചാരിയാണ്. രാത്രി സഞ്ചാരി മൂങ്ങയും അങ്ങനത്തെ ജീവികൾ പറയിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അവനും എണ്ണം കുറവാണ്. പക്ഷേ ഇവിടെ ഇവർ എണ്ണത്തിൽ കൂടുതലാണ്. ഇവിടെ ഇവർ എണ്ണത്തിൽ ഇപ്പോൾ 40 മൂർഖൻ പാമ്പിൻ്റെ മുട്ട വരിക 40 മുറി വരികയാണെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് ചിലപ്പോൾ കുറച്ച് എണ്ണത്തിന് ആൾക്കാർ തല്ലിക്കൊല്ലാം. കുറേ എണ്ണം ഒരു 20 എണ്ണം രക്ഷപ്പെട്ട് പോയാൽ ആ 20 എണ്ണം കുറച്ച് ഒരു 3-4-5 വർഷം ജീവിച്ചാലും അതിലൊരു 10 എണ്ണം ആരെങ്കിലും തല്ലിക്കൊല്ലാം. വീണ്ടും അതിൽ 10 എണ്ണം ഉണ്ട്. ആ 10 ചിലപ്പോൾ 2-3 പേരുണ്ടാവാം. ആ പേർ ഒരു 3 വർഷം കഴിയുമ്പോൾ ഇണ ചേർന്ന് മുട്ടയിടുന്നു. അതും 12, 14, 16, 18 മുട്ടകളിടും. അപ്പോൾ ഇങ്ങനെ പ്രജനനം കൂടുതലുണ്ടാകുന്നുണ്ട്. മൂർഖനാണ് കൂടുതലുണ്ടാകുന്നത്. പിന്നെ മൂർഖൻ്റെ പ്രത്യേകത ഉള്ളത്, മൂർഖൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ അണലിയുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നു. മൂർഖൻ കുഞ്ഞുങ്ങൾ ചേര കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നു. ഇവരും പരസ്പരം ഭക്ഷിക്കുന്നു. പക്ഷേ ഇവരെ വേറെ ആരും ഭക്ഷിക്കുന്നില്ല. ഇവരെ മറ്റ് പാമ്പുകൾ ഭക്ഷിക്കുന്നില്ല. ഇപ്പോൾ അണലിയുടെ കുഞ്ഞ് മൂർഖൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നില്ല. ചുരുട്ടപ്പാമ്പ് മൂർഖൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നില്ല. മൂർഖൻ ചേരക്കുഞ്ഞിനെ പിടിക്കുന്നു. ചേരക്കുഞ്ഞ് മൂർഖൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നില്ല. മൂർഖൻ്റെ കുഞ്ഞ് നീർക്കോലിയെ പിടിക്കുന്നു. നീർക്കോലി മൂർഖൻ്റെ കുഞ്ഞിനെ പിടിക്കുന്നില്ല. അപ്പോൾ ഇവരാണ് എണ്ണത്തിൽ വർദ്ധിക്കുന്നത്. എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ മൂർഖനാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത് മൂർഖനാണ്. ഇപ്പോൾ കിട്ടുന്നതിൽ മൂർഖന് കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന അത്രയും അണലിയാണ് കൂടുതലായിട്ട് കിട്ടി വരുന്നത്. ഈ ശംഖുവരയനെ പോലെ ഈ വളയമുള്ള ഈ വനമില്ലാത്ത വെറൈറ്റി വെള്ളി വരയൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ ശംഖുവരയൻ. വെള്ളിക്കെട്ടന് 2 വരകളാണ്. കഴുത്തിനോട് ഒരു വര തുടങ്ങും. അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ പിന്നെ 2 വരകൾ അടുത്തടുത്തായി വാലറ്റം വരെ പോകും. തല ഉരുണ്ടിരിക്കും. ഈ വെള്ളി വര എന്നറിയപ്പെടുന്നത് വനമില്ലാത്തത് ഒരു വരയാണ്. സൈഡിലേക്ക് പോകുമ്പോൾ ആ വര വീതിയായിട്ട് പോകും. സൈഡിലേക്ക് താഴേക്ക് നല്ല വീതിക്ക് പോകും. തല ത്രികോണാകൃതിയിലിരിക്കുന്നു. അതാണ് വെള്ളി വരയൻ. അത് ഊൾഫാണ്. അത് ട്രാവൻകൂർ ഊൾഫ്സിനെയൊക്കെ എന്നറിയപ്പെടും. കോമൺ ഊൾഫ്സിനെയൊക്കെ എന്നറിയപ്പെടുന്ന 2-3 ടൈപ്പാണ്. മൗണ്ടൻ ഊൾഫ്സിനെയൊക്കെ എന്നറിയപ്പെടുന്ന 2-3 ഐറ്റം നമ്മുടെ നാട്ടിൽ എല്ലാം ചുരുട്ട തന്നെയാണ്. വനമില്ലാത്തൊരു ഫാമിലിയാണ്. പിന്നെ എന്താ പറയുക, മൗണ്ടൻ എന്നും അല്ലെങ്കിൽ കോമൺ എന്നും അല്ലെങ്കിൽ അങ്ങനെ കുറേ പേരിൽ അറിയപ്പെടുന്നു പല സ്ഥലത്ത്. അത് ഓരോ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ അവരെ പേരും കൂടെ ചേർത്ത് വിൽ മൗണ്ടൻ എന്നൊരു ഡോക്ടർ സയൻറ്റിസ്റ്റ് ചെയ്ത മൗണ്ടൻ്റെ ആ പേര് അതിനിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ വേറെ ആളുടെ പേരിട്ടിൽ അതിൻ്റെ ആദ്യത്തെ ദക്ഷിണ അതിനിട്ടു. അങ്ങനെയാണ് ഇപ്പോൾ പാമ്പുകളുടെ പേര് തന്നെ വരുന്നത്. പാമ്പുകളുടെ പേര് തന്നെ ഘടനയിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് വെള്ളി വരയനാണ്, ചുവർ പാമ്പ്. വനമില്ല. വെള്ളിക്കെട്ടൻ വേറെ 2 വരയാണ്. നല്ല ഉരുണ്ടിരിക്കും, നല്ല കറുത്തതായിരിക്കും. അതെ. അപ്പോൾ സുരേഷിൻ്റെ ശരീരത്തിൽ ഈ പാമ്പിൻ്റെ വിഷത്തിന് എതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെ സാർ, അതെ. 100%, 100 എനിക്ക് നേരത്തെയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കൊറോണ ഒക്കെ വന്നതിന് ശേഷം ആ റെസിസ്റ്റിംഗ് പവർ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് അത് കുറയാം. പിന്നെ അതുപോലെ നമുക്ക് മറ്റ് അസുഖങ്ങൾ, ഇപ്പോൾ കൊറോണ വന്ന് നല്ല സീരിയസ് ആയിരുന്നു. പക്ഷേ 1 മാസത്തിലേറെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് ലങ്സ് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ആ കഫക്കെട്ടൊന്നും അങ്ങോട്ട് മാറിപ്പോയിട്ടില്ല. പിന്നെ ഞാൻ പരമാവധിയുള്ള മറ്റ് ഫുഡുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടി കിട്ടിയിട്ടും ഡെത്ത് വരാത്തത്. ഇപ്പോൾ അവസാനത്തെ കടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവിടെ നമ്മുടെ കൈമനത്ത് വെച്ചുള്ള കടി കിട്ടിയത് ഉച്ചയ്ക്ക് 3 മണിക്ക് കിട്ടി. വൈകിട്ട് 3 മണിക്കോ 4 മണിക്ക് കിട്ടിയിട്ട് പിറ്റേന്ന് വൈകിട്ട് 4 മണിക്കാണ് എനിക്ക് ആൻറ്റിവെനം തരുന്നത്. അത് ഡോക്ടർമാർ നിർബന്ധിച്ചിട്ടാണ് തരുന്നത്. നീര് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ആൻറ്റിവെനം എടുക്കണ്ട, നമുക്ക് നോക്കാം എത്ര ദൂരം പോട്ടെന്ന് പറഞ്ഞിങ്ങനെ തട്ടി പിറ്റേന്ന് വൈകിട്ട് വരായപ്പോൾ ഡോക്ടർമാർ നിർബന്ധിച്ചു. കാരണം മേളിലോട്ട് നീര് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹാർട്ടിലൊക്കെ ബാധിക്കാൻ പിന്നെ പ്രശ്നമാവും, അതുകൊണ്ട് എടുത്തേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പിറ്റേന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ സാർ. ഈ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഈ ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, ഈ വിഷകാരികൾ നേരത്തെ പറയും ഇപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ വിഷം തീണ്ടി ഒരാളെ കൊണ്ടുവരും. പിന്നെ ഇയാൾ പാമ്പിനെ വരുത്തി വിഷം ഇറക്കും. പിന്നെ ഒരു കല്ല് വെച്ച് വിഷം ഇങ്ങനെ വലിച്ചെടുക്കും. ഇതിലൊക്കെ എന്തെങ്കിലും ഇത് 3 ചോദ്യങ്ങൾ സാർ. ഈ നേരത്തെ പറയുന്നു എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം എൻ്റെ 16 പാമ്പ് കടികളും ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നുകിലും സ്വപ്നം കാണും, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും അപശകുനത കാണും. അപ്പം ഞാൻ എൻ്റെ ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയും, ഇന്ന പോലെ പണി വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആ സമയത്ത് 2-3 ദിവസത്തിനകത്ത് കടി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സാറിൻ്റെ മുന്നിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ കിടന്നില്ല. ഞാൻ ഉറങ്ങിപ്പോൾ അതിന് ഞാൻ കിടന്നു. അപ്പോൾ എനിക്കൊരു കോൾ കൂടെ വരാനുണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 1:30 മണിക്ക് 2 മണിക്ക് വന്നതിന് ഉറങ്ങാതെ കാത്തിരുന്നു. കൃത്യം 3:13 ആയപ്പോൾ എനിക്ക് എൻ്റെ മൊബൈൽ സാർ ചിലപ്പോൾ കോൾ കാണും. മേനംകുളത്തിനടുത്തൊരു വീട്ടിനകത്ത് ഒരു പാമ്പിരിക്കുന്നവർ വിളിച്ചു.
3:13 വിളിച്ച് ഞാൻ പിന്നെ ഓട്ടോ വിളിച്ച് ആ സ്ഥലത്തെത്തിയപ്പോൾ 4 മണിയായി. 4 മണിയെത്തി ഞാൻ 5:22 വരെ 5 മണി വരെ അത് നോക്കി, കിട്ടിയില്ല. ക്ലോസറ്റിൻ്റെ അകത്ത് ഇറങ്ങിപ്പോയി വെള്ളമൊക്കെ വെച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അതെനിക്ക് കോൾ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സിലത് തോന്നി. അത് ചിലപ്പോൾ നമ്മൾ ഏത് കാര്യത്തിലാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ചിലപ്പോൾ അതിൽ വരാനുള്ള സംഭവങ്ങൾ നമ്മൾ എപ്പോഴും അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിൽ തോന്നാം. അത് സ്വാഭാവികം തോന്നിയിട്ടുണ്ട്. അയ്യർ ദി ഗ്രേറ്റ് എന്ന സിനിമ കണ്ടതുപോലെ കൃത്യമായിട്ട് എനിക്ക് അതിന് 16 കടിയിൽ ഞാൻ നേരത്തെ എൻ്റെ വണ്ടി ഇടിക്കുമെന്ന് ഞാൻ പറയും. എൻ്റെ ഈ വണ്ടി ഇപ്പോൾ സാർ എൻ്റെ ആ ഡ്രൈവറിനോട് ഷാനി എന്നാണ് പുള്ളി, സാറും ചോദിച്ചു നോക്കൂ. ഞാൻ 2 ദിവസം മുന്നേ പറയും നമുക്ക് വണ്ടിക്ക് എന്തോ പണി വരാൻ എന്തോ ഒരു അപകടം ഇരിക്കുന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വണ്ടി ഇടിക്കും, വണ്ടിയിൽ KSRTC ബസ് വന്നിരിക്കുന്നു. അതുപോലെ എനിക്ക് നേരത്തെ 2 അപകടങ്ങൾ ഉണ്ടായ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞു, ചേട്ടാ സൂക്ഷിച്ചോ, ആ ഒരു അപകടമാണ് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇടിച്ച് നട്ടല് പൊട്ടിയായിരുന്നു. 2 പ്രാവശ്യം പൊട്ടി. പിന്നെ മതിലിടിഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, എന്താ അവിടെ ആ മതിൽ പൊളിച്ച് ആ വീട്ടുകാരോട് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു തിരിഞ്ഞ മതിലിടിഞ്ഞു നടുപൊട്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും അത് തന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അത് ചിലപ്പോൾ ചില വൈദ്യന്മാർക്കും അങ്ങനെ സംഭവിക്കാം, അങ്ങനെ അവരുടെ മനസ്സിലത് തോന്നാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ബാക്കി കല്ല് ചികിത്സ, പാമ്പിനെ വരുത്തി വനമെടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. കാരണം പല്ലുകൊണ്ട് കടിച്ച് വനം കൊടുക്കുന്ന പാമ്പ് ആ പല്ലുകൊണ്ട് തിരിച്ച് വനം എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മളെ ബ്ലഡിൽ കയറിപ്പോയ വനത്തിന് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ സാധനങ്ങൾ നമ്മൾ ഇന്നുവരെ ലോകത്തൊട്ടും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ സ്റ്റക്ക് ചെയ്ത് അവിടെ നിർത്താൻ പറ്റുന്ന, കടന്നു പോകുന്ന സാധനത്തിന് അവിടെ തന്നെ പിടിച്ചേറ്റാൻ പറ്റുന്ന പമ്പിങ്ങുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനം കണ്ടില്ല. അപ്പോൾ ഈ മുറിവിൽ വെക്കുന്നു എന്ന് പറയുന്ന സാധനം ഈ വലിയ അരയൻ, ചെറിയ അരയൻ എന്നറിയപ്പെടുന്ന ഗരുഡക്കൊടി, കറ്റാർ വാഴ, ഇങ്ങനെ കുറേ എരുക്കിൻ്റെ പൂവ്, തണ്ട് വേര്, ഇങ്ങനെ സാധനങ്ങൾ അരച്ച് ഉണക്കി ഗുളിക അകത്താക്കി വെക്കും. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ വൈകിട്ടൊക്കെ വരുമ്പോൾ തറയിൽ കിടക്കുന്ന കല്ലെടുത്ത് ഇങ്ങനെ ചുണ്ടിലൊട്ടിച്ചാൽ കുറേ നേരം അതങ്ങ് ഒട്ടിയിരിക്കും. അപ്പോൾ ഈ ഗുളിയും ആ നനവുള്ള സ്ഥലത്ത് ഒട്ടിയിരിക്കും, കുറേ കഴിയുമ്പോൾ അതങ്ങ് കൊഴിയും. ഉടനെ ഇവർ പറയും ആ വനം മൊത്തം ഇത് വലിച്ചെടുത്തു. ഇപ്പോൾ ചേര കടിച്ചാലും അവർ ഇത് ഉപയോഗിക്കാറുണ്ട്, ചുവർപ്പാമ്പ് കടിച്ചാലും ഇത് ഉപയോഗിക്കാറുണ്ട്, നീർക്കോലി അടിച്ചാലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ നൗഷാദ്. പുള്ളി പാരമ്പര്യ വൈദ്യനായിരുന്നു. ഇപ്പോൾ ഡോക്ടറേറ്റൊക്കെ എടുത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. പുള്ളിയുടെ അച്ഛനൊക്കെ ജബ്ബാർ വൈദ്യശാല എന്നുണ്ട് പേര്. അവിടെയൊക്കെ ഭയങ്കര പാമ്പ് ചികിത്സകരായിരുന്നു അവർ. ഇപ്പോൾ പുള്ളി പറഞ്ഞത്, സുരേഷ് ജി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ചെറിയ കടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചികിത്സിക്കും, ബാക്കിയുള്ള ഞാൻ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ആംബുലൻസ് വിളിച്ച് മെഡിക്കലിലേക്ക് കടത്തി വിടുന്നത്. കാരണം ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ വെച്ച് ട്രീറ്റ്മെൻറ്റ് മനുഷ്യർക്കിടെ ഭയം മാറ്റാനായിട്ട് അത്രേ ഉള്ളൂ. മനുഷ്യരുടെ ഇതെല്ലാം തീർന്ന് പേടിക്കേണ്ട. അതിപ്പോൾ ചുരുട്ട കടിച്ചാലും അങ്ങനെ ചെയ്യുന്നു, നീർക്കോലി അടിച്ചാൽ അപ്പം അവർ എന്താ പറയുക, അവരുടെ അപ്പോഴത്തെ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി, അത് മാത്രം അല്ല, വേറെ അതിലൊരു പ്രായോഗികമായ ഒരു കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ താങ്കളുടെ വളരെ അസാധാരണമായ ഒരു ജീവിതശൈലിയാണ്. അപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. സന്തോഷം. ഇനി ഒരിക്കൽ നമുക്ക് വീണ്ടും ഉറപ്പായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇനിയും നമുക്ക് ഒരുപാട് അറിവുകൾ പങ്കുവെക്കാനുണ്ട്. അതെല്ലാം ഇനി നമുക്ക് എപ്പോൾ സാറിൻ്റെ സൗകര്യം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ വരാൻ തയ്യാറാണ്. ഇനി ഒരു അവസരത്തിൽ വീണ്ടും കാണാം. സാർ. സന്തോഷം. നന്നായിരിക്കട്ടെ. നമസ്കാരം. സന്തോഷം.